കാൽക്കുലേറ്റർ ക്ലാസ്സിനുള്ളിൽ ജെ ഫ്രെയിമും ജെ ബട്ടണും ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്ട്രിംഗ് വാല്യൂസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ടൊരു വാല്യൂ ഡിക്ലെയർ ചെയ്തു. ഓപ്പറേറ്റർ ക്ലിക്ക് എന്ന വാല്യൂ ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ കാൽക്കുലേറ്റർ കൺസ്ട്രക്ടറിനുള്ളിലാണ് ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് ജെ ഫ്രെയിം നെയിം കാൽക്കുലേറ്റർ എന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളറ്, സൈസും ലൊക്കേഷനും സെറ്റ് ചെയ്തു. പിന്നെ ജെ ലേബൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈസ്, പൊസിഷൻ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോണ്ടിൻ്റെ സൈസ് ഒക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം ബാക്കി ഡിക്ലെയർ ചെയ്തിട്ടുള്ള എല്ലാ ബട്ടൺസും ഡിഫൈൻ ചെയ്യുകയാണ്. അതിൻ്റെ പൊസിഷൻസും സൈസും എല്ലാം ഡിഫൈൻ ചെയ്തു. പിന്നെ ഫോണ്ട് സൈസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ ജെ ഫ്രെയിം സ്ക്രീനിൽ വിസിബിൾ ആവാനായിട്ട് jf.set visible ട്രൂ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മെയിൻ മെത്തേഡിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്ത മെത്തേഡ് ആക്ഷൻ പെർഫോംഡ് എന്ന മെത്തേഡാണ്. ഈ മെത്തേഡിനുള്ളിലാണ് ഓരോ ബട്ടൺസ് ക്ലിക്ക് ചെയ്താലും എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണം എന്നൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആക്ഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത് ആക്ഷൻ ലിസണർ എന്ന ഒരു ഇൻ്റർഫേസാണ്. ഇത് കാൽക്കുലേറ്റർ ക്ലാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്പറേറ്റർ ക്ലിക്ക് ട്രൂ ആവുമ്പോൾ ഏത് വാല്യൂ ആണോ എൻട്രി ചെയ്യുന്നത് അത് ലേബലിൽ ഡിസ്പ്ലേ ആവും. അതുപോലെ ഓപ്പറേറ്റർ ക്ലിക്ക് ഫോൾസ് ആണെങ്കിൽ നേരത്തെ ഏത് വാല്യൂ ആണോ എൻട്രി ചെയ്തിരുന്നത് ആ വാല്യൂ ഇനി നമ്മൾ എൻട്രി ചെയ്യുന്ന വാല്യൂ ഡിസ്പ്ലേ ആവുന്നുണ്ട് ലേബലിൽ. ലാസ്റ്റ് ഈക്വൽ ബട്ടണിനുള്ളിൽ 2 വാല്യൂസ് ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം സ്വിച്ച് കേസിനകത്താണ് ഈ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് ബട്ടണാണോ ക്ലിക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഡിവിഷൻ ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് ലേബലിൽ റിസൾട്ട് വിസിബിൾ ആവുന്നതാണ്.